പോലീസ് വിചാരിച്ച പാർട്ടി ഓഫീസിൽ കയറി പ്രതിയെ പിടിക്കാം. പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പാർട്ടി ഓഫീസിൽ ഇരച്ചു കയറി പ്രതിയെ പിടിക്കുന്നത് അത്ര ശരിയായ നടപടിയാണെന്ന് ഒരു ജനാധിപത്യവാദി കൂടിയായി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കയറാതിരുന്നതാണ്, അല്ലാണ്ട് പോലീസ് യാചിച്ചതല്ല. ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വന്ന എന്തിനാണ്? അത് അതിന്റെ വഴി. ഞങ്ങളെ അറിയിച്ചിട്ടല്ല. ഞങ്ങൾക്ക് ചിലർ ചോദിച്ചു ഞങ്ങളെ അറിയിച്ചിട്ടാണോ വരേണ്ടത്? അങ്ങനെയല്ല. കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ഒരു വിവരം പലപ്പോഴും നൽകുന്നതാണ്. കാരണം ക്രമസമാധാന നില പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ഒരു ഇൻഫർമേഷൻ നൽകും. അല്ലാണ്ട് ഞങ്ങളോട് പറഞ്ഞ ലോകം മുഴുവൻ അറിഞ്ഞിട്ട് റെയ്ഡ് നടത്തണമെന്നല്ല പറഞ്ഞത്. അവിടെ പിണറായിയിൽ പ്രശ്നമുണ്ടായില്ല, കോഴിക്കോട് പ്രശ്നമുണ്ടായില്ല. അവിടെയൊക്കെ ഇ ഡി അവർ ഇറങ്ങുന്ന സമയത്ത് തന്നെ പോലീസുകാരെ അറിയിച്ചു ഞങ്ങൾ ഇറങ്ങുകയാണ്. അതിനുള്ള സംവിധാനം പോലീസ് തന്നെ ഒരുക്കി കൊടുത്തു. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ആരും പോലീസിനെ അറിയിച്ചില്ല. 300ഓളം പോലീസുകാർ, ഞാൻ ഓരോ മിനിറ്റും മോണിറ്റർ ചെയ്യുകയായിരുന്നു. 300ഓളം പോലീസുകാരുണ്ടായിരുന്നു. പോലീസിനെ കവച്ചു വെച്ചുകൊണ്ട് വന്ന ആളുകൾ വാഹനം തകർത്തിട്ട് പാർട്ടി ഓഫീസിൽ കയറി. പോലീസ് വിചാരിച്ച പാർട്ടി ഓഫീസിൽ കയറി പ്രതിയെ പിടിക്കാം. പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പാർട്ടി ഓഫീസിൽ ഇരച്ചു കയറി പ്രതിയെ പിടിക്കുന്നത് അത്ര ശരിയായ നടപടിയാണെന്ന് ഒരു ജനാധിപത്യവാദി കൂടിയായി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കയറാതിരുന്നതാണ്, അല്ലാണ്ട് പോലീസ് യാചിച്ചതല്ല. പോലീസ് ആരുടെയും മുമ്പിൽ കീഴടങ്ങിയതല്ല. ഒരു മിനിറ്റ് വിചാരിച്ചാൽ കേരള പോലീസിന് ആ പാർട്ടി ഓഫീസിൽ കയറി ആളിനെ പിടിക്കാമായിരുന്നു. പക്ഷേ സമചിത്തതയോടെ കേരള പോലീസ് പ്രവർത്തിച്ചു. 21 പ്രതികൾ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ ജാമ്യത്തിന് കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ? അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. നിയമം കയ്യിലെടുത്ത് ജനജീവിതത്തെ ദുസ്സഹമാക്കി അക്രമങ്ങൾ അഴിച്ചുവിടാമെന്ന് വിചാരിച്ചാൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട, ആരാണെങ്കിലും. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് കേവലം 12 ദിവസമേ ആയിട്ടുള്ളൂ. 10 വർഷം നാട് ഭരിച്ചവർ ചെറിയ സംഭവങ്ങളുടെ പേരിൽ